ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ കുറുമയാണ്. നമുക്കിനി ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാൻ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾസ് നോക്കാം. ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, കുറച്ച് ബീൻസ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, പിന്നെ ഞാൻ ഇവിടെ ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, ഒരു കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മസാലാസ് നോക്കാം. 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. നമുക്കിനി ആദ്യം പെരിഞ്ജീരകവും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. പാൻ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം കരിവേപ്പിലയും ചതച്ച് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. ചെറുതായിട്ടൊന്ന് നിറം മാറിയതിന് ശേഷം നമുക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. നമുക്കിനി മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഞാൻ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതിയാവും. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇതിലൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ ഒരുവിധം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു ചെറിയ സൈസ് തക്കാളിയാണ് എടുത്തേക്കുന്നത്. വലിയ തക്കാളി ആണെങ്കിൽ ഒരു 1/2 തക്കാളി ഇട്ടാൽ മതിയാവും. നമുക്കിനി ഇതൊരു 2-3 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തേങ്ങയും പെരിഞ്ജീരകത്തിൻ്റെയും പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതിനനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഇത് വേവിക്കാം. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക കറിയിൽ, ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വാങ്ങുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾ കുർമ റെഡി ആയിട്ടുണ്ട്.